ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മക്രോണി, അതും സോസുകളൊന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മക്രോണി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മക്രോണി മുങ്ങി നല്ലതുപോലെ വേവാൻ പാകത്തിൽ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മക്രോണിയിലേക്ക് എരിവ് നന്നായി പിടിച്ച് കിട്ടുന്നതാണ്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 പാക്കറ്റ് മക്രോണിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തിളച്ചിട്ട് ഒരു 8 മിനിറ്റ് കഴിയുമ്പോഴേക്കും കയ്യിലെടുത്തിട്ട് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് തോന്നിയാൽ മനസ്സിലാക്കാം വെന്തിട്ടുണ്ടെന്ന്. ഇനി അതിൽ നിന്നും കോരി മാറ്റാം. കുറച്ച് ബീഫ് എടുത്തിട്ട് ചെറിയ പീസാക്കി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും നാടൻ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയ ആ ഗ്രേവി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് സവാളയും തക്കാളിയും ഒക്കെ. ഇനി ഇത് പാൻ്റെ സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ റോ സ്മെല്ല് ഒന്ന് മാറ്റിയെടുക്കാം. മക്രോണി വേവിച്ചെടുത്തപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മക്രോണിയിലേക്ക് നല്ല രീതിയിൽ എരിവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ അല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മസാലപ്പൊടിയും സവാളയും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബീഫ് വേവിച്ചപ്പോഴും അത്യാവശ്യം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബീഫും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ വൈറ്റ് സോസ് പാസ്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അല്പം ബട്ടറും പാസ്തയും കയ്യിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അവസാനമായി കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. സോസുകളൊന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിൽ ചെയ്യുന്ന ബീഫ് മക്രോണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടമാകും. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.